കെഎസ്ആർടിസി ബസിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര വൈകുന്നു എന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി മഹിളാമോർച്ച നടത്തിയ പ്രതിഷേധത്തെ പരിഹസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത വട്ടിയൂർക്കാവ് എംഎൽഎയുമായ കെ മുരളീധരൻ. ഒരു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുന്നേ തന്നെ മുരളിയാണ് എന്നാണ് മുരളീധരന്റെ പരിഹാസം. അവരുടെ സർക്കാർ പെട്രോൾ വില കൂട്ടിയത് അവർ അറിഞ്ഞില്ലേ എന്നും ഈ രാജ്യത്തല്ലേ അവർ താമസിക്കുന്നതെന്നും മുരളീധരൻ പരിഹസിച്ചു. യുദ്ധത്തിന്റെ പേരിൽ നാട്ടിൽ ഹോട്ടലുകൾ അടയുകയാണെന്നും ഹോട്ടൽ ജീവനക്കാരും ഉടമകളും കഷ്ടത്തിലാണെന്നും മുരളീധരൻ പറഞ്ഞു. ഇന്ധനവില വർധനവിൽ കേന്ദ്ര സർക്കാരിനെയും കെ മുരളീധരൻ വിമർശിച്ചു. യുദ്ധത്തിന്റെ പേരിൽ നാട്ടിൽ ഹോട്ടലുകൾ അടച്ചിടുകയാണ്. ഹോട്ടൽ ജീവനക്കാരും ഉടമകളും കഷ്ടത്തിലാണ്. അതിഥി തൊഴിലാളികൾ തിരികെ വന്നിട്ടില്ല. കേന്ദ്ര തീരുമാനം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണ്. യുദ്ധത്തിൽ രാജ്യത്തിന് വ്യക്തമായ നിലപാടുപോലുമില്ല. പണ്ട് ഇന്ത്യ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കാതോർത്ത കാലമുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വിലയിടിഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ അവസ്ഥയ്ക്ക് കാരണം നരേന്ദ്രമോദിയുടെ നയങ്ങളാണ്, കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വിഹിതത്തിൽ മാറ്റം വരുത്താമെന്ന നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രസ്താവനയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച മാത്രമല്ല, എല്ലാം പെറ്റുകിടക്കുകയാണ്. നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുണ്ട്. ഇതിനൊക്കെ വലിയ സംഖ്യ ആവശ്യമാണ്. പിണറായിക്ക് നൽകിയ പകുതി പോലും കേന്ദ്രം നമുക്ക് നൽകില്ല. നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേരളം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്, കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്ക് സൗജന്യയാത്രയെന്ന യു.ഡി.എഫ് പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് വൈകുന്നു എന്നാരോപിച്ചാണ് സംസ്ഥാന വ്യാപകമായി മഹിളാമോർച്ച പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട്, കാസർഗോഡ് കെഎസ്ആർടിസി ടെർമിനലുകളിൽ മഹിളാമോർച്ചയുടെയും ബിജെപിയുടെയും പ്രവർത്തകർ ബസിൽ കയറി പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല. അതിനിടെയാണ് മഹിളാമോർച്ചയുടെ സമരം. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് മന്ത്രിസഭായോഗം ചേർന്ന് തീരുമാനമെടുത്താൽ മാത്രമേ കെഎസ്ആർടിസിയിൽ സൗജന്യയാത്ര വാഗ്ദാനം നടപ്പിലാക്കാനാകൂ.